90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 പ്രസന്റ് മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. നമ്മുടെ മത്സരം ഇങ്ങനെ വാശിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ 22 മത്സരാർത്ഥികളാണ് പല റൗണ്ടുകളിലായിട്ട് മാറ്റിടിച്ച് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാ ഇനി വേദിയിലേക്ക് എത്തുന്നത് ഒരു കുഞ്ഞു മിടുക്കിയാണ്, അമേലിയ മരിയ ടോം. ഏറെ സ്നേഹത്തോടെ അമേലിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഹലോ, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞു ഒരു ബാർബി ഡോളിനെ പോലെയാണ് അമേലിയ എത്തിയിരിക്കുന്നത്. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ ഉണ്ടോ? ഇല്ല. അമേലിയ ഭയങ്കര കൂളാണ്, പാട്ട് പാടാൻ റെഡിയാണ്. അപ്പോൾ മൈക്ക് അടുപ്പിച്ച് പിടിച്ച് പാടണം. അപ്പം നമ്മൾ മ്യൂസിക് ധമാക്കയുടെ സെമി ഫൈനൽസിൻ്റെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകുകയാണ്. ഫസ്റ്റ് റൗണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. ഓൾഡ് ഈസ് ഗോൾഡിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഗോപിക എന്ന് പറഞ്ഞ പാട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഈ പാട്ട് സെലക്ട് ചെയ്യുന്നതിൽ റീസൺ ഉണ്ടോ? ഇല്ല, ഇഷ്ടപ്പെട്ടു, പാടുന്നു. അപ്പോൾ എന്താണേലും അടിപൊളിയായിട്ട് പാടണം. ഓൾ ദ വെരി ബെസ്റ്റ്.
അമേലിക്കുട്ടി നിന്ന് പാടുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ? ഒരു ബാർബി ഡോള് നിന്ന് ഇങ്ങനെ ചിരിച്ച് എൻജോയ് ചെയ്ത് പാടുന്ന പോലെ ഉണ്ട്. നന്നായിട്ട് പാടിയോ? പാടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. അപ്പോൾ സെമി ഫൈനൽസിലെ അടുത്ത റൗണ്ട് അന്യഭാഷാ റൗണ്ടാണ്. അന്യഭാഷാ റൗണ്ടിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഓ, അടിപൊളി. അപ്പോൾ നമുക്ക് അമേലിക്കുട്ടിയുടെ അടിപൊളി പാട്ട് കേൾക്കാം. അടിപൊളിയായിട്ട് പാടണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு. என் குரலோடு மச்சானுங்க குழலோச போட்டி போடுதா? குக்கு குக்கு குக்கு. இலையோடு பூவும் தலையாட்டும் பாரு, இலையோடு பூவும் காயும் தலையாட்டும் பாரு பாரு. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. மலை காத்து வீசுற போது மல்லிய பூ பாடாதா? மழை மேகம் கூடுற போது வண்ணமயில் ஆடாதா? மலை காத்து வீசுற போது மல்லிய பூ பாடாதா? மழை மேகம் கூடுற போது வண்ணமயில் ஆடாதா? என் மேனி திணறம்பு, என் பாட்டு புகம்பு, மச்சானா வெற்றிடுப்பே, உன்னத்தான் கட்டி வைப்பேன். சமதளம் தட்டி பாடட்டுமா? எனக்காச்சோ உனக்காச்சோ சரி ஜோடி நாமாச்சோ கேளையா? குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. என் குரலோடு மச்சானுங்க குழலோசா போட்டி போடுதா? குக்கு குக்கு குக்கு. கண்ணா உன் வாலிப நெஞ்சில் பாட்டு புசுபுறதா? கற்கண்டு சர்க்கரை எல்லாம் இப்போதான் கசகுறதா? கண்ணா உன் வாலிப நெஞ்சில் பாட்டு புசுபுறதா? கற்கண்டு சர்க்கரை எல்லாம் இப்போதான் கசகுறதா? வந்தாச்சு சித்திரதா, போயாச்சு நித்திரதா. பூவான பொண்ணுக்குத்தான் ரவான தேடுடுதா? மதவாக புது சொல்லி பாடட்டுமா? விளக்கேக்கும் பொழுதான இளநெஞ்சம் படுபாடு கேளையா? குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. என் குரலோடு மச்சானுங்க குழலோசா போட்டி போடுதா? குக்கு குக்கு குக்கு. இலையோடு பூவும் தலையாட்டும் பாரு, இலையோடு பூவும் காயும் தலையாட்டும் பாரு பாரு. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா? குக்கு குக்கு குக்கு. അമേലിക്കുട്ടി
പാട്ട് പഠിച്ചതുപോലെ പാടാൻ പറ്റിയോ? വിചാരിച്ച പോലെ പാടാൻ പറ്റിയോ? പാടാൻ പറ്റി. പാട്ട് പഠിക്കുന്നുണ്ടോ വാവാ? പാട്ട് പഠിക്കുന്നുണ്ട്. ഈ പാട്ട് ആരാ പഠിപ്പിച്ചത്? ഈ 2 പാട്ടും അമ്മയോ പഠിപ്പിച്ചതന്നെ അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വാവയുടെ പെർഫോമൻസ്? നമുക്ക് സാർമാരോട് ചോദിച്ചാലോ? ചോദിക്കാം. ആന്റണി സാർ, എങ്ങനെ ഉണ്ടായിരുന്നു അമേലിയയുടെ പെർഫോമൻസ്? അമേലിയ എന്തോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്. എത്ര വയസ്സായി? 10 വയസ്സോ? ആ, അപ്പോൾ ഈ 2 വലിയ ഭയങ്കര പാട്ടുകളൊക്കെ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ജാനകിയമ്മ പാടിയ പാട്ടും അല്ലേ, ഓക്കെ, പിന്നെ അല്ലേ, അതുപോലെ തമിഴ് സോങ്ങൊക്കെ വളരെ ഹെവി വെയിറ്റാണ്. മോളെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ടുകൾ വലിയ പ്രയാസമാണ് ആ പാട്ട് ഒന്ന് മാക്സിമം പാടാനായിട്ട്. പക്ഷേ എങ്കിലും മോളുടെ പ്രായത്തിന് വെച്ച് നോക്കുമ്പോൾ മനോഹരമായിട്ട് പാടി. വളരെ സാറ്റിസ്ഫൈഡാണ്, മുഖത്ത് നോക്കുമ്പോൾ അറിയാം അല്ലേ. നല്ല പാടിയില്ലേ? ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഇത്രയും ഹെവി പാട്ടായതുകൊണ്ട് ചില സംഗതികളും നോട്ട്സ് എന്ന് വെച്ചാൽ സ്വരങ്ങൾ അങ്ങോട്ട് എത്താഴികയൊക്കെ വരത്തില്ലേ, മേലോട്ട് കയറുന്ന പകുതി കുറച്ച് വരെ അങ്ങോട്ട് ഇച്ചിരി കൂടെ കയ്യെത്തിയിരുന്നെങ്കിൽ അവിടെ കിട്ടിയേനെ എന്ന് പറയുന്നത് പോലെ സംഗതികൾ, ചില പ്ലാനുകൾ, ചില വളവുകൾ, തിരിവുകൾ, നോട്ട്സുകൾ, സ്വരങ്ങൾ അങ്ങോട്ട് ഇച്ചിരി ഒരു എത്താനുള്ളൊരു ശ്രമം കൂടെ നടത്തിയാൽ മതി. അതിപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചായതുകൊണ്ട് അത്രേ പാടാൻ പറ്റുള്ളൂ. മോളുടെ ആ ഒരു ഏജിൽ വെച്ച് നോക്കുമ്പോൾ ഈ 2 പാട്ടും മാക്സിമം മോൾ പാടിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, നല്ലതായിരിക്കുന്നു. ഇനിയും കൂടുതൽ പാടി വലിയ ഗായികയായിട്ട് മാറട്ടെ. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് ഷൈജ് സാറിനോട് കൂടി ചോദിച്ചാൽ എങ്ങനെയുണ്ട് വാവയുടെ പാട്ടെന്ന് ചോദിക്കാം. സാർ, എങ്ങനെ ഉണ്ടായിരുന്നു? മിലിയ നന്നായിരുന്നു. 10 വയസ്സല്ലേ ഉള്ളൂ, ഇത്രയും പാടുമെന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ് കേട്ടോ. 2 പാട്ടും സാർ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള 2 പാട്ടാണ്. ആദ്യത്തെ പാട്ട് ഗോപിക എന്നുള്ള പാട്ടിൻ്റെ കരോക്ക അല്പം സ്പീഡ് കൂടുതലായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പാടാൻ പറ്റിയേനെ. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്ക് സൂപ്പർ ഗായി ആയിക്കോളും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ 2 പേരും നല്ല അഭിപ്രായം പറഞ്ഞേക്കുന്നേ. നല്ല ഗായികയാണ്, കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ കുറച്ച് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ, അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഗായികയാകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഈ ഉടുപ്പ് ആരാ സെലക്ട് ചെയ്തേ? അമ്മ. നല്ല ഉടുപ്പ് കേട്ടോ, നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മുടെ അമീലിയ കുട്ടി ഉണ്ടോ എന്ന് അറിയാനായിട്ട് റിസൾട്ടിനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഈസ് റേഡിയോ മീഡിയ വില്ലേജ് 90.8 presents Music Dhamaka Junior Season 7 powered by Idimanikal Gold and Diamonds. Music Dhamaka Junior Season 7 powered by Idimanikal Gold and Diamonds. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.